അല്ല, സിബി പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. കേരള കോൺഗ്രസ് 7 സീറ്റിലും ജയിക്കും. പക്ഷെ അത് എല്ലാ കേരള കോൺഗ്രസും കൂടി ആയിരിക്കും എന്നുള്ളതാണ്. മോൻസ് മന്ത്രിയാകും എന്ന് മോൻസ് തന്നെ ഉറപ്പിച്ചു. UDF അധികാരത്തിൽ വന്ന മോൻസ് മന്ത്രിയാകും. കാരണം അദ്ദേഹം അതിനു വേണ്ടിയിട്ടാണ് PJ ജോസഫിനെ മാറ്റി നിർത്തുന്നത്. അഥവാ മോൻസ് മന്ത്രിയാവുന്നില്ലെങ്കിൽ അതോടുകൂടി മോൻസിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇരുളടയും, അതുപോലെ തന്നെ പാർട്ടിയിലുള്ള സ്വാധീനവും അവസാനിക്കുമെന്നുള്ളത് നമ്മളിൽ കാണേണ്ടത്. നമ്മൾക്കൊരു 5 സീറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 2 മന്ത്രിസ്ഥാനത്തിന് യോഗ്യതയില്ലേ എന്നുള്ള ചോദ്യമുണ്ട്. UDFിന് മുന്നിൽ അവർ വെക്കാൻ പോകുന്ന ഏറ്റവും വലിയ ചോദ്യം അതാണ്. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു 2 ആഴ്ച മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 7 സീറ്റിൽ വിജയിക്കുമെന്നുള്ള വളരെ വലിയൊരു കോൺഫിഡൻസിലാണ് അവരുള്ളത്. അപ്പോൾ അവർ 2 മന്ത്രിസ്ഥാനം അവർ ചോദിക്കും. അതിൽ ധനകാര്യ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്കും അവർ ഡിമാൻഡ് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു വാർത്ത ചെയ്തിരുന്നു. എന്നാൽ അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം അവർ 2 സീറ്റ് എന്നുള്ളൊരാവശ്യം മുൻപോട്ട് വെച്ചു കഴിഞ്ഞു. 7 സീറ്റിൽ വിജയിക്കുമെന്നുള്ളത് അവരുടെ കോൺഫിഡൻസ് മാത്രമാണ്. 4-ാം തീയതി രാവിലെ മാത്രമാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ 2 മന്ത്രിസ്ഥാനം ചോദിച്ചിട്ട് 2 MLA-മാരില്ലാത്തൊരവസ്ഥ വരുമോ എന്നുള്ളൊരു സംശയവും ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് അവർ സംശയിക്കുന്നുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു ജോസഫ് ഗ്രൂപ്പിന്റെ 2ാം മന്ത്രിസ്ഥാനത്തെ? അല്ല, സിബി പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. കേരള കോൺഗ്രസ് 7 സീറ്റിലും ജയിക്കും. പക്ഷെ അത് എല്ലാ കേരള കോൺഗ്രസും കൂടി ആയിരിക്കും എന്നുള്ളതാണ്. ഈ എന്തിനാണ് 2 മന്ത്രിസ്ഥാനം ചോദിക്കും എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി വെച്ചത് എന്ന് പറഞ്ഞാൽ മോൻസ് ജോസഫിൻ്റെ അതിബുദ്ധിയാണ്. മോൻസ് ജോസഫ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അദ്ദേഹം കടുത്തിരുത്തിയിൽ നിന്ന് തുടങ്ങി കടുത്തിരുത്തിയിൽ അവസാനിക്കുന്ന ഒരു പാർട്ടി പോലെയാണ് പുള്ളി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് ഈ ഏരിയയിൽ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വലിയ വേരുകളില്ല, സ്വീകാര്യതയില്ല എന്നും കൂടി നമ്മളിൽ കാണണം. അപ്പം ഇതിൽ എന്തിനു വേണ്ടിയാണ് 2 മന്ത്രിസ്ഥാനം ചോദിക്കുമെന്ന് ഇപ്പോഴേ തന്നെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മോൻസ് മന്ത്രിയാകും എന്ന് മോൻസ് തന്നെ ഉറപ്പിച്ചു. UDF അധികാരത്തിൽ വന്ന മോൻസ് മന്ത്രിയാകും. കാരണം അദ്ദേഹം അതിനു വേണ്ടിയിട്ടാണ് PJ ജോസഫിനെ മാറ്റി നിർത്തത്. PJ ജോസഫ് മത്സരിക്കേണ്ടതില്ല എന്ന് ഇത്തവണ തീരുമാനിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരം എന്ന് പറയുന്നത് മോൻസിൻ്റെതായിരുന്നു എന്നുള്ളതാണ്. കരം കറുത്തല്ല, വെളുത്താണെങ്കിൽ പോലും ഈ ഇടപെടൽ നടത്തിയത് ഇദ്ദേഹമാണ്. കാരണം ഇത്തവണ UDF അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായിട്ടും മോൻസിന് മന്ത്രിയാവാനുള്ള അവസരം ലഭിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം PJ ജോസഫ് മന്ത്രിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു MLA മാത്രമായി ഇരിക്കേണ്ടി വരും. ഒരു ഇടക്കാലത്ത് PJ ജോസഫ് രാജിവെച്ച ഒഴിവിൽ മാത്രമാണ് മോൻസിന് മന്ത്രിയാവാൻ കഴിഞ്ഞത്. പൊതുമരാമത്ത് വളരെ കുറച്ചു കാലം മാത്രമാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം. ആ തവണ തന്നെ 3 പേരാണ് മന്ത്രിമാരായത്. അതിൽ ഒരാളായിരുന്നു കുരുവിള മന്ത്രിയായിരുന്നു. ദീർഘകാലം മന്ത്രിയായിരിക്കണമെങ്കിൽ ഒരു 5 വർഷക്കാലൊക്കെ മന്ത്രിയായിരിക്കണം എന്ന് അദ്ദേഹത്തിന് ഇത്തവണ ആഗ്രഹമുണ്ട്. കാരണം അടുത്ത തവണ കടുത്തിരുത്തിയിലൊക്കെ വിജയിച്ചു വരാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു പേടിയുണ്ട്. കാരണം ഇത്തരം ചെറിയ പാർട്ടികളെല്ലാം കേരളത്തിൽ അസ്തമിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ല, രാഷ്ട്രീയ നിരീക്ഷകന്മാരായ നിരവധി ആളുകൾ വിലയിരുത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ചെറു പാർട്ടികളൊക്കെ ഇല്ലാതാവും, വലിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ PJ ജോസഫിൻ്റെ മകനാണ് അപ്പുവാണ് ഇത്തവണ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പു ജയിച്ചു വന്നാൽ സ്വാഭാവികമായും അദ്ദേഹം മന്ത്രിസ്ഥാനത്തിന് ആവശ്യം ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ തന്നെ ഇവർ തമ്മിൽ ചെറിയ അകൽച്ചയുണ്ട്. അപ്പു രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് എതിരായിരുന്നു നേരത്തെ മോൻസ്. കാരണം PJ ജോസഫിൻ്റെ പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ മകൻ വന്നാൽ ഈ കേരള കോൺഗ്രസുകളുടെ സ്വാഭാവികമായ ചില രീതികൾ വെച്ച് അദ്ദേഹത്തിൻ്റെ മകൻ, പാർട്ടി ചെയർമാൻ്റെ മകൻ തന്നെയായിരിക്കും അധികാര കേന്ദ്രം എന്നുള്ളത് വ്യക്തമായി അറിയാവുന്ന ഈ മോൻസ് അപ്പു വരുന്നതിനെതിരായിരുന്നു. ഇനി അഥവാ വന്നാൽ തന്നെ മന്ത്രി സ്ഥാനം ചോദിക്കേണ്ട എന്ന് പറയുന്നതിന് പകരമാണ് 2 മന്ത്രിസ്ഥാനം വേണം എന്നാവശ്യം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ മോൻസ് ജോസഫിന് അപ്പു ജോസഫിനോട് എതിർപ്പുണ്ടെങ്കിൽ, മോൻസ് ജോസഫിനെ സംബന്ധിച്ച് ഒരുപാട് ബന്ധങ്ങളുള്ളതാണ് ഈ ജോസഫ് ഗ്രൂപ്പിനകത്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അപ്പു ജോസഫ് തൊടുപുഴയിൽ നിന്ന് വിജയിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, അതിനും വലിയ വിഷയമുണ്ട്. പക്ഷേ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് കൂടി അതിൻ്റെ കൂട്ടി വായിക്കണം സിബി. എന്താണെന്നറിയാം, അദ്ദേഹത്തിന് കടുത്തിരുത്തിയിൽ നിന്ന് ഒരു അറ്റത്തും തുടങ്ങി കടുത്തിരുത്തിയുടെ അൻഡിൽ അവസാനിക്കുന്ന അത്രയും പാർട്ടി ബന്ധങ്ങൾ മാത്രമാണുള്ളത്. അദ്ദേഹത്തിന് തൊടുപുഴയിലൊന്നും വലിയ രീതിയിലുള്ള സ്വാധീനമില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ വിഷയം. അങ്ങനെ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ സിബി പറഞ്ഞതുപോലെ ചിലപ്പോൾ അദ്ദേഹം അവിടെ ജയിക്കാനുള്ള സാധ്യതയില്ല എന്ന് പറയണം. ഇപ്പോഴും PJ ജോസഫിന് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. PJ ജോസഫിൻ്റെ എല്ലാവിധ അനുഗ്രഹത്താലാണ് അദ്ദേഹത്തിൻ്റെ മകൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് എന്നുള്ളത് ഓരോ പാർട്ടി പ്രവർത്തകരും ഏറ്റെടുത്തിട്ടൊരു വിഷയമാണ്. ഈ അദ്ദേഹത്തിന്റെ മകൻ PJ ജോസഫ് സാറിന്റെ പൂർണ്ണമായ ഒരു പിന്തുണയോട് കൂടിയിട്ടാണ് ഇറങ്ങിയത് എന്ന് പറയുമ്പോഴും PJ ജോസഫ് സാറിന് ഇപ്രാവശ്യം മത്സരിക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരുന്നു. യുഗയാത്രയുടെ ആരംഭഘട്ടത്തിലൊക്കെ PJ ജോസഫ് സാറ് തീരെ വയ്യാതിരുന്നിട്ടും മത്സരിക്കാൻ താല്പര്യപ്പെട്ടു, മഞ്ചേശ്വരം വരെ ഒക്കെ പോകുന്ന കാഴ്ച മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നതുകൊണ്ട് തന്നെയാണ് അതിയായ താല്പര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു സമയത്ത്
കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ടാണ് പി ജോസഫ് തൽക്കാലം മത്സരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതുകൂടാതെ തന്നെ ഈ അപ്പു ജോസഫ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് മാത്രമാണ് ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അതൊരു തലമുറ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് സജീവമായിരുന്നു. അപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൊടുപുഴയിൽ പി ജോസഫ് സാർ മാറിക്കഴിഞ്ഞാൽ അവിടെ മത്സരിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന കുറേയധികം ആളുകളുണ്ടായിരുന്നു, ഒന്നിലധികം ആളുകളുണ്ടായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അവരൊക്കെ ഈ പി ജോസഫിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് അകന്നിട്ടുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ പ്രാവശ്യം പി ജോസഫ് സാറിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ഏജൻ്റായിട്ടിരുന്ന ആള് ഇപ്പോൾ ആ പാർട്ടിക്കകത്തില്ല. അദ്ദേഹം ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ വലിയ വലിയ കാരണങ്ങളാണ്. എന്നാലും ഞാൻ പറയുന്നൊരു UDF തരംഗമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പു ജോസഫിന് വലിയ വെല്ലുവിളിയൊന്നും തൊടുപുഴയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്കിൽ തന്നെയും ഈ സിറിയക് ചാഴികാടൻ എന്ന് പറയുന്ന ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി അത്ര നിസ്സാരക്കാരനായിട്ട് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല. വലിയ രീതിയിലുള്ള ഒരു ഓളം മാത്രമല്ല, ഒരു സ്വീകാര്യതയും അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സിറിയക് ചാഴികാടന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് നമ്മളങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ദീർഘകാലമായി അവിടെ രാഷ്ട്രീയ രംഗത്ത് വലിയ ബന്ധങ്ങളുള്ള ആളാണ് എന്നുള്ളത് നമ്മളതിൽ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അപ്പോൾ ഇത്തവണ ജയിക്കാനുള്ള സാധ്യതയാണ് അവിടെ ഉള്ളതെന്നാണ് ഏറ്റവും അവസാനമായി കിട്ടുന്ന ഒരു വിവരം. എങ്കിൽ പോലും അപ്പു ജയിച്ചു വന്നാൽ ഇവർ എന്തിനാണ് 2 മന്ത്രി ഉണ്ടാവുന്നത്? അപ്പുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനും അപ്പുവായിരിക്കും, 2 മന്ത്രിസ്ഥാനം കിട്ടാൻ ഞാനും അപ്പുവായിരിക്കും. ഇനിയല്ല, ഒരു മന്ത്രിസ്ഥാനം മാത്രമാണ് UDF നൽകുന്നതെങ്കിൽ തീർച്ചയായും അത് ഞാൻ മാത്രമായിരിക്കും എന്നുള്ള കൃത്യമായൊരു സന്ദേശമാണ് മോൻസ് നൽകുന്നത് എന്നുള്ളതാണ്. അവസാന ഘട്ടം വരെ ഞാൻ പോരാടിയിരുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊരുതിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF നേതൃത്വം നമ്മുടെ ഗ്രൂപ്പിന് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് JSF ഗ്രൂപ്പിന് ഒറ്റ മന്ത്രിസ്ഥാനം മാത്രമാണ് നൽകാൻ തയ്യാറാവുന്നത്. അതുകൊണ്ട് ഞാൻ തൽക്കാലം മന്ത്രിയാവും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ഇദ്ദേഹം മന്ത്രിയാവും. അഥവാ മോൻസ് മന്ത്രിയാവുന്നില്ലെങ്കിൽ അതോടുകൂടി മോൻസിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇരുളടയും, അതുപോലെ തന്നെ പാർട്ടിയിലുള്ള സ്വാധീനവും അവസാനിക്കുമെന്നുള്ളത് നമ്മളിൽ കാണേണ്ടതുണ്ട്. ഇത് വേറൊരു വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കൂട്ടിക്കിഴിച്ച് നോക്കുന്ന സമയത്ത് 3 അല്ലെങ്കിൽ 4 സീറ്റിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കുറവാണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ 5 പേർക്ക് മുകളിൽ ഇപ്പോൾ ഈ പറഞ്ഞ 7 സീറ്റൊക്കെ നേടുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഒരു മന്ത്രിസ്ഥാനത്തിനും ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിനൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ ചീഫ് വിപ്പ് അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു പദവി കൂടി അവർക്ക് ആവശ്യപ്പെടാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 4 സീറ്റ് വെച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അല്ലെങ്കിൽ 3 സീറ്റ് വെച്ചുകൊണ്ട് അവർ 2 മന്ത്രിസ്ഥാനമൊക്കെ ആവശ്യപ്പെടുക എന്ന് പറയുന്നത് അതൊരു ലോജിക്കിന് നിരക്കാത്ത കാര്യം കൂടി. അല്ല, ഈ മോൻസ് കരുതുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പം പല ഈ സർവേകളിലും എക്സിറ്റ് പോൾ സർവേകളിലും പ്രവചിച്ചിരിക്കുന്നത് 74 സീറ്റ് മുതൽ ഒരു 78 സീറ്റ് വരെ എന്നൊക്കെയാണ്. കാരണം അതിൽ 74 സീറ്റ് കിട്ടുകയും ഇവർക്ക് ഒരു 4 സീറ്റ് ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായും കേരള കോൺഗ്രസ് ജോസഫിന് കുറച്ചും കൂടി വാല്യൂ കൂടും. അപ്പോൾ സ്വാധീനം ചെലുത്തി, സമ്മർദ്ദം ചെലുത്തി വേണമെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 2 മന്ത്രിസ്ഥാനം വേണം എന്നൊക്കെ ആവശ്യപ്പെടാം. പക്ഷെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇവർക്ക് 5 സീറ്റ് ലഭിച്ചാൽ പോലും ഒരു മന്ത്രിസ്ഥാനവും ചിലപ്പോൾ ഒരു ചീഫ് വിപ്പ് സ്ഥാനമോ അല്ലെങ്കിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമോ ക്യാബിനറ്റ് പദവിയോടുകൂടി ലഭിക്കും എന്ന് മാത്രമാണ് നമ്മളിൽ കാണേണ്ടത്. ഒരു മന്ത്രി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. ഇതിനകത്ത് വേറൊരു മറുവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസിനകത്ത് ജയിച്ചു വരുന്ന ഒരുപാട് സീനിയർ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ഇത് പണ്ട് ബാലൻ നായർ പറഞ്ഞതുപോലെ ഏകദേശം 30-40ഓളം മുൻ മന്ത്രിമാർ ജയിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ഇവരെയൊക്കെ എവിടെ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യും എൻ്റെ തമ്പുരാനെ എന്ന് ചോദിച്ചതുപോലെ ഇത് എത്ര സീനിയർ നേതാക്കന്മാരാണുള്ളത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, TN പ്രതാപൻ, VP സജീന്ദ്രൻ, K മുരളീധരൻ, എല്ലാം മത്സരിക്കുന്ന എല്ലാ ആളുകളും പ്രഗത്ഭന്മാരും പ്രമുഖരുമാണ്. N ശക്തൻ, പിന്നെ VS ശിവകുമാർ, ഇങ്ങനെ നീണ്ട ഒരു നിരയാണുള്ളത്. അപ്പൊ ഇവരെയൊക്കെ എവിടെ കൊണ്ട് ഈ കോൺഗ്രസ് എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളത് വലിയ ചോദ്യമാണ്. അതിനിടയിലാണ് മറ്റേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 2 മന്ത്രിസ്ഥാനം ഒക്കെ ചോദിച്ചുകൊണ്ട് ചെല്ലുന്നത്, ക്യാബിനറ്റ് പദവിയൊക്കെ ചോദിച്ചുകൊണ്ട് ചെല്ലുന്നത് എന്ന് പറയുന്നത്. ഞാൻ ഇതിൽ കാണുന്നത്, ഇവർക്ക് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്യാത്ത ഒരാളുണ്ട്, പിറവത്ത് നിന്നും നിരന്തരമായി ജയിച്ചു കയറുന്ന അദ്ദേഹം മന്ത്രിയാണല്ലോ, അനൂപ്. പക്ഷേ അനൂപ് എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ. ഒരാൾ മാത്രമുള്ള ആൾക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടും. ഇവർ ജോസഫ് ഗ്രൂപ്പ് ഏറ്റവും കൂടുതലുള്ള പരാതി എന്ന് പറയുന്നത്, ഒരാൾ മാത്രം ജയിച്ചു വരുമ്പോഴും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടുന്നു, 5 വർഷക്കാലം മന്ത്രിസ്ഥാനം കിട്ടുന്നു. നമ്മൾക്കൊരു 5 സീറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 2 മന്ത്രിസ്ഥാനത്തിന് യോഗ്യതയില്ലേ എന്നുള്ള ചോദ്യമുണ്ട്. UDFന് മുന്നിൽ അവർ വെക്കാൻ പോകുന്ന ഏറ്റവും വലിയ ചോദ്യം അതാണ്. ചിലപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ തവണ LDF മിനിസ്ട്രി ചെയ്തതുപോലെ 2.5 വർഷ ടേം വെച്ചിട്ട് ചിലപ്പോൾ ചില ആളുകൾക്ക്, ഇപ്പോൾ അനൂപ് ജോനോട് 2.5 വർഷക്കാലം താങ്കൾക്ക് മന്ത്രിയായിരിക്കാം,
2.5 വർഷക്കാലം മറ്റൊരു ഘടകകക്ഷിക്കായിരിക്കും മന്ത്രിസ്ഥാനം എന്നൊക്കെ പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കോൺഗ്രസിന് കുറച്ചും കൂടി ഇത് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് 80-ലധികം സീറ്റ് ലഭിക്കുകയാണെങ്കിൽ കോൺഗ്രസ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കും എന്നുള്ള മുസ്ലിം ലീഗിനും കോൺഗ്രസിനും കൂടി മാത്രമായിട്ട് ഭരിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഘടകകക്ഷികളോട് നിങ്ങൾക്ക് ഒരു 2.5 വർഷം ടേം വെച്ചിട്ട് ഒരു 4 പേർക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുന്ന രീതിയിൽ ആയിരിക്കും അവരുടെ പ്ലാൻ എന്നാണ് നമ്മളിൽ കണ്ടത്. അതുകൊണ്ട് ഇതിൻ്റെ കോൺഗ്രസിന് ലഭിക്കുന്ന സീറ്റ്, കോൺഗ്രസിനും അതുപോലെ തന്നെ ലീഗിനും ലഭിക്കുന്ന സീറ്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മന്ത്രിമാരുടെ ഒക്കെ തീരുമാനിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഘടകകക്ഷികൾ, ഇത്തരം ചെറു ഘടകകക്ഷികൾ വലിയ സമ്മർദ്ദത്തിനൊക്കെ വന്നാൽ സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ തിരിച്ചടിയായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് നമ്മളിൽ കാണേണ്ടത്.